ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലോത്ത് ബൈ റോസ്. അപ്പോൾ ഇന്നൊരു ധാവണി സെറ്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു സ്കേർട്ട് തന്നെയാണ് അതിൻ്റെ സ്കേർട്ടായിട്ട് യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ ഈ സ്കേർട്ട് ചെയ്യണ മെത്തേഡെല്ലാം നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ അതിന് മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്ലൗസിന് വേണ്ടിയിട്ട് എടുത്തേണ ഒരു മെറ്റീരിയലാണ് വെൽവെറ്റ് ഓർഗൻസ എന്നാണ് കേട്ടോ ഇതിനെ പറയുക. അതിലൊരു ചെറിയൊരു വർക്ക് വരുന്നുണ്ട്. പിന്നെ ക്രേപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോൾ ഒരു 2.5 മീറ്റർ എടുത്തിട്ടുണ്ട്. അതിൽ വെച്ചടിക്കാനുള്ള ലേസും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ ബാക്ക് പോർഷനാണ് നമ്മൾ മാർക്ക് ചെയ്യണത്. അപ്പോൾ ഇത് ഇതുപോലെയാണ്, അതായത് ഓപ്പണിങ് വരുന്ന രീതിയിലാണ് ഞാനത് ഫോൾഡ് ചെയ്തത്. അവിടെയാണ് കേട്ടോ മാർക്കിങ് വരുന്നത്. അപ്പോൾ ഹുക്ക് വെക്കാനുള്ള സെയിം അലവൻസ് ഒരു 3/4 ഇഞ്ച് വീതം വിട്ടിട്ടുണ്ട് സെൻറ്ററിൽ. അതുകൂടാതെ ഷോൾഡറിൽ ഒരു 1/2 ഇഞ്ച് സെയിം അലവൻസും കൂടിയും വിട്ടിട്ടുണ്ട് കേട്ടോ. 5.5 ഇഞ്ചാണ് ഞാൻ എൻ്റെ ഷോൾഡർ അടയാളപ്പെടുത്തേണ്ടത്. നെക്കിൻ്റെ ലെങ്ത് അനുസരിച്ച് നിങ്ങൾക്ക് കുറവിലോ കൂടുതലിലോ അടയാളപ്പെടുത്താം. അതിനുശേഷം മിഡ് ഹോൾ ലെങ്ത് 5.5 ഇഞ്ചാണ് കേട്ടോ. 8.5 ഇഞ്ച് ഞാനൊരു ചെസ്റ്റ് അളവ് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ചെസ്റ്റിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്തിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 32 ആണെങ്കിൽ 2 ഇഞ്ച് നമ്മൾ കൂട്ടുക. അതിനുശേഷം അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക കേട്ടോ. ഒരു ചെറിയൊരു ഷേപ്പും കൂടി അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. 12 ഇഞ്ച് ലെങ്ത്തിൽ 8 ഇഞ്ചും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഷേപ്പിൻ്റെ അവിടെയും നമ്മളൊരു 2 ഇഞ്ച് ലൂസാണ് കൊടുത്തേണത്. 14 ഇഞ്ചാണ് കേട്ടോ ഫുൾ ലെങ്ത്ത് വരുന്നത്. അതിൻ്റെ ഒരു റൗണ്ട് വരുന്നത് 8 ഇഞ്ച് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2.5 ഇഞ്ച് വീതം ലൂസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഓവർ ടൈറ്റ് വേണം, ബ്ലൗസിൻ്റെ അത്രയും ടൈറ്റ് വേണം എന്നുള്ളവർക്കാണെങ്കിൽ 1 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ 2 ഇഞ്ച് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ശേഷം ഈ മാർക്ക് ചെയ്തേണ്ട സീം അലവൻസുകളെല്ലാം കൂടിയിട്ട് നമ്മൾ കൂട്ടി യോജിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മൾ സീം അലവൻസ് സൈഡിലും അടിഭാഗത്തും നമ്മൾ വിട്ടുകൊടുക്കുക. ആം ഹോളിൻ്റെ അവിടെ 1.5 ഇഞ്ചാണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്തേണത്. അപ്പോൾ സാധാരണ തന്നെ നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്യണ പോലെ ബാക്കിൻ്റെ ആം ഹോൾ ഉണ്ടല്ലോ അതുപോലെ തന്നെ മാർക്ക് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ലീവ് ഇതോടൊപ്പം തന്നെയാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രണ്ടിൻ്റെ ആം ഹോൾ നമ്മൾ കുഴിച്ച് വെട്ടേണ്ട അല്ലെങ്കിൽ കുഴിച്ച് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി വേണ്ടത് ടിപ്പ് 1ൻ്റെ അളവാണ്. അപ്പോൾ 9 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ നിപ്പിൾ പോയിൻറ്റിൻ്റെ അളവുണ്ടല്ലോ അതിൻ്റെ ഒരു വിട്ട് 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 7 ഇഞ്ചാണ് എൻ്റെ വിട്ട് വരുന്നത്. അതിൻ്റെ ഹാഫ് 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അടിഭാഗത്തും ആ 3.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് നമ്മളൊന്ന് വരച്ചു കൊടുക്കാണ് കേട്ടോ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ആം ഹോളിൻ്റെ സെൻറ്ററിലോട്ടും നമ്മൾ ആ ഒരു പോയിന്റിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇതുപോലത്തെ ഒരു ഷേപ്പ് വരും കേട്ടോ. അതിനുശേഷം നമ്മൾ അടിഭാഗത്ത് ആ സെൻറ്റർ പോർഷനിലോട്ട് ഒരു 1/2 ഇഞ്ചും സൈഡിലോട്ട് ഞാനൊരു 2.5 ഇഞ്ച് ഷേപ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 34 ഒരു ബെസ്റ്റ് അളവ് വരുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒരു ചെസ്റ്റ് അളവ് 34, 36 ആ റേഞ്ചിലുള്ളവർക്കൊക്കെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. ടോട്ടൽ അതൊരു 3 ഇഞ്ച് വരും കേട്ടോ. ഉള്ളിലോട്ട് നമ്മൾ ഒരു 1/2 ഇഞ്ചും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അതിന് കുറവുള്ളവർ 2 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്താൽ മതി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടക്കിൻ്റെ അളവ് നമ്മുടെ നോർമൽ ബ്ലൗസിൻ്റെ ഒരു ടക്ക് എടുക്കുന്ന ഒരു അളവുണ്ടല്ലോ ആ ഒരു ഗ്യാപ്പാണ് ഇതിനും വേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ആം ഹോളിൽ ടോട്ടൽ ഒരു 1 ഇഞ്ച് സൈഡിലോട്ട് ലെഫ്റ്റും റൈറ്റും 1.5 ഇഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ 1 ഇഞ്ചാണ്. അപ്പോൾ 1.5 ഇഞ്ച് വീതം നമ്മൾ ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ നമ്മളൊരു ടക്ക് പോയിന്റ് മാർക്ക് ചെയ്യുമല്ലോ അതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അടിഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് 3 ഇഞ്ചാണ് ടോട്ടൽ ടക്കിൻ്റെ ഒരു വിട്ട് വന്നത്. അത് നമ്മൾ സൈഡിലോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കാരണം ഇത് ഫ്രണ്ടിൻ്റെ ഭാഗമാണ് നമ്മൾ മാർക്ക് ചെയ്യണത്. ബാക്കിൻ്റെ സീം അലവൻസ് ആണ് ആദ്യമേ തന്നെ നമ്മൾ വരച്ചു വെച്ചത്. അപ്പോൾ ഈ 2 സീം അലവൻസ് കൂടി മാറിപ്പോകാനുള്ളൊരു ചാൻസ് വരരുത്. അപ്പോൾ രണ്ടും നമ്മൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൻ്റെ സീം അലവൻസ് ആണ് ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കിൻ്റെ മുമ്പത്തെ വരച്ച സീം അലവൻസ് തന്നെയാണ്. ഏറ്റവും അവസാനം നമ്മളത് വെട്ടിക്കളയണുണ്ട് കേട്ടോ. ഇനി ഒരു 1.5 ഇഞ്ച് ഞാൻ സ്ലീവിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഒരു സ്ലീവ്ലെസ് എഫക്റ്റ് ഉണ്ടാവും, എന്നാൽ നമുക്കൊരു സ്ലീവായിട്ട് തോന്നും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ നമ്മളൊന്ന് കുഴിച്ച് ഇപ്പോഴാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് കുഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി അത് മടക്കിയടിക്കാനുള്ള ഒരു സീം അലവൻസും കൂടി ഞാൻ വിട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു മാർക്കിങ് വരുന്നത്. അപ്പോൾ നമ്മൾ ആം ഹോളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക, കൃത്യം തന്നെയല്ലേ വരണേന്ന്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രണ്ടിൻ്റെ സീം അലവൻസ് അടക്കമാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് പോർഷൻ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പീസിൽ നിന്ന്, ഇതിപ്പോൾ ബാക്കായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യണത്, ആ ഒരു പീസിൽ നിന്ന് നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ സീം അലവൻസ് നമ്മൾ കട്ട് ചെയ്ത്
കളയും. ഇനി ഫോൾഡ് ചെയ്ത് വെച്ചേണ ഭാഗത്തു നിന്നാണ് നമ്മൾ ഫ്രണ്ട് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാക്കിൻ്റെ പോർഷനിൽ നമ്മൾ ബാക്ക് ഓപ്പൺ ആണ് വരുന്നത്. അപ്പോൾ നമ്മളൊരു സീം അലവൻസ് വിട്ടായിരുന്നു, അത് വിട്ടിട്ട് വേണം, അത് നമ്മൾ ഒന്ന് കയറ്റി വെച്ചിട്ട് വേണം നമ്മൾ ഫ്രണ്ട് പോർഷൻ മാർക്ക് ചെയ്യാൻ. അപ്പോൾ ആദ്യമേ തന്നെ സെൻറ്റർ പോർഷൻ്റെ ആ ഒരു അളവിൽ കൂടെ ഞാനൊന്ന് ട്രേസിങ് വീൽ യൂസ് ചെയ്തിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ആ ഒരു പ്രസ് ചെയ്ത് വന്നേണ ട്രേസിങ്ങിൽ കൂടെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ അര ഇഞ്ച് വേണമെങ്കിൽ അര ഇഞ്ച്, ഇല്ലെങ്കിൽ 4 ഇഞ്ചായാലും കുഴപ്പമില്ല. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യണതിൻ്റെ വിട്ടനുസരിച്ച് കുറച്ച് സീം അലവൻസ് വിട്ടിട്ട് ആ ഒരു ഫ്രണ്ട് പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇനി നമ്മൾ സൈഡ് പോർഷനും കൂടിയും മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സൈഡ് പോർഷൻ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സീം അലവൻസ് കൃത്യമായിട്ട് തന്നെ മാറിപ്പോവാതെ ഒന്ന് മാർക്ക് ചെയ്യുക. പിന്നെ ആം ഹോളിൻ്റെ അവിടുത്തെ ആ ഒരു ടക്ക് പോയിന്റ് വരുന്നുണ്ടല്ലോ, അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് നമ്മളുടെ സൈഡ് പോർഷൻ്റെ ഒരു ലൈൻ വരുന്നത്. റൈറ്റ് സൈഡിലുള്ളത് നമ്മുടെ സെൻറ്റർ പോർഷൻ്റെ ലൈനാണ് കേട്ടോ. അതിനുശേഷം ഈ മാർക്കിങ്ങിൻ്റെ ഇപ്പുറത്തുകൂടി നമ്മൾ ഒരു അര ഇഞ്ച് സീം അലവൻസ് വിടണം. കാരണം സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു പോർഷനാണ് കേട്ടോ. അത് വിട്ടിട്ട് വേണം, അതിനാണ് നമ്മൾ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ നിന്ന് നമ്മൾ ഇത് ട്രേസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എക്സ്ട്രാ സീം അലവൻസ് നമ്മൾ സൈഡുകളിൽ വിട്ടിട്ട് വേണം ഈ 2 പീസുകളും കൂടിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി മെയിൻ മെറ്റീരിയലിൽ നമ്മൾ ഈ 2 പോർഷൻസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മളുടെ ഈ കാണുന്ന ഭാഗത്തൊക്കെ നമ്മളുടെ ആ മോട്ടീവ്സ് വരാനായിട്ട് നോക്കുക. നേരത്തെ പറഞ്ഞ കൂട്ട് ആ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്ക് പോർഷനിൽ ആ സീം അലവൻസ് ഉണ്ടല്ലോ, എക്സ്ട്രാ ഫ്രണ്ട് പോർഷന് എക്സ്ട്രാ നിൽക്കുന്ന സീം അലവൻസ് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷമാണ് ഈ മെയിൻ മെറ്റീരിയലിൽ നമ്മൾ ഈ ഒരു ബാക്ക് പോർഷൻ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഈ മോട്ടീവ്സ് ഒക്കെ കൃത്യമായിട്ടുള്ള സ്ഥലത്തൊക്കെ വരാനായിട്ട് നോക്കിയിട്ട് വേണം. ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആകുമ്പോൾ നമ്മളത് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ക്യാൻവാസ് ആണ് നമ്മൾ കട്ട് ചെയ്യുന്നത് നെക്ക് ഫിനിഷ് ചെയ്യാനായിട്ട്. അപ്പം ഞാനൊരു നെക്കിൻ്റെ ഒരു വൈഡ് 4 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് ഒരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതൊരു സ്ക്വയറായിട്ട് ആദ്യമേ തന്നെ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനൊരു സ്വീറ്റ് ഹാർട്ടിൻ്റെ ഒരു ഷേപ്പ് വരുന്ന ഒരു നെക്കാണ് കേട്ടോ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തത്. അപ്പം ഞാനതൊന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കൃത്യമായിട്ടൊരു ആലിലെ ഷേപ്പ് ഒന്നല്ല കേട്ടോ, സാധാരണ ഒരു ആലിലും സ്വീറ്റ് ഹാർട്ടൊക്കെ ചേരുന്ന ടൈപ്പിലുള്ളൊരു നെക്കാണ് കേട്ടോ വരുന്നത്. ഇതുപോലെ തന്നെ ബാക്കിലെ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കുക. ബാക്കിലെ ക്യാൻവാസ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിൽ ഹുക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അത് വെക്കാനുള്ള ഒരു സീം അലവൻസ് എക്സ്ട്രാ നമ്മൾ ഒരു 3/4 ഇഞ്ചോളം വിട്ടിട്ടാണ് ബാക്കിലെ നെക്ക് നമ്മൾ മാർക്ക് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സീം അലവൻസ് വിട്ടിട്ട് 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം നെക്ക് ലെങ്ത്ത് ഒരു 6 ഇഞ്ചോളം കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ ലെങ്ത്ത് കൂടുന്നതനുസരിച്ച് നമ്മൾ ഷോൾഡറിൻ്റെ വിട്ട് കുറയ്ക്കണം. അപ്പോൾ ഞാൻ ഷോൾഡർ ആകെ ഇവിടെ ഒരു 5.5 എടുത്തിട്ടുള്ളൂ, കാരണം ബാക്ക് നെക്ക് ഒരു 6 ഇഞ്ചോളം വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഒരു 8 ഇഞ്ചോളം കൊടുക്കണമെങ്കിൽ 5 ഇഞ്ചോളൊക്കെ ഷോൾഡർ എടുത്താൽ മതിയാവും കേട്ടോ. ഏകദേശം ഒരു 14-15 ഒക്കെ ഷോൾഡർ ഉള്ളോ വരെ കേട്ടോ. ഇനി 2 നെക്കും നന്നായി സ്റ്റീം ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതുപോലെ സീം അലവൻസ് വിട്ടിട്ട് കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ മെയിൻ മെറ്റീരിയലോട് കൂടിയിട്ട് ലൈനിങ് ഞാൻ ജോയിൻ ചെയ്യിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ജോയിൻ ചെയ്യിപ്പിക്കുന്ന ഭാഗത്ത് നമുക്ക് ഈ ഒരു മോട്ടീവ്സ് വരുന്നുണ്ടെങ്കിൽ അതൊന്ന് ചെറിയൊരു കത്രിക യൂസ് ചെയ്തിട്ട് അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ. ഇല്ലെങ്കിൽ നമ്മുടെ സൂചി പൊട്ടിപ്പോവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പ്രിൻസസ് ഈ സെൻറ്റർ പോർഷനോട് കൂടിയിട്ട് കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഒരൊറ്റ അടി അടിച്ചാൽ പോരാ, നമ്മൾ 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ വലിച്ച് പിടിച്ചിട്ട് അടിക്കരുത് കേട്ടോ. അപ്പോൾ ചുളുക്ക് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. പതുക്കെ നമ്മൾ സിമ്പിളായിട്ട് ഒന്ന് മടക്കിയൊക്കെ കൊടുത്തിട്ട് അടിച്ചാൽ മതി. ചെറുതായിട്ട് ഭയങ്കരമായിട്ട് വലിച്ച് പിടിച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ അവിടെ നല്ല വൃത്തികേടായിട്ട് തന്നെ നിൽക്കും. അതുപോലെ തന്നെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്റ്റീം ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ.
അപ്പോൾ ഞാൻ ഇതേ ഫ്രണ്ട് പോർഷൻ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്യാൻവാസ് വെച്ച് അടിക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചാണ് ആ ഒരു ക്യാൻവാസ്, അതായത് ക്യാൻവാസിൻ്റെ നമ്മൾ ആ ഒരു സൈഡിലെ സീം എലമെൻസ് ഒക്കെ ക്യാൻവാസോട് കൂടിയിട്ട് നമ്മൾ പതിച്ചടിച്ചിട്ടുണ്ട്. അതൊന്നും നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കാനാണ് പോണത്. അപ്പം നമ്മുടെ ഈ മെയിൻ പോർഷൻ്റെ സെൻറ്റർ പോർഷനും നമ്മളുടെ ആ ഒരു ക്യാൻവാസിൻ്റെ സെൻറ്ററും കണ്ടിട്ട് കൃത്യമായിട്ട് വെച്ചിട്ട് തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ നെക്കൊന്ന് ചെരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, അതായത് സ്റ്റിച്ചിങ് തുടങ്ങിയിട്ടുള്ള കുറച്ച് ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ സെൻറ്ററിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ട്, അതായത് നമ്മുടെ ക്യാൻവാസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ട് നെക്കിൻ്റെ സൈഡിൽ കൂടെ അടിച്ചാൽ മതിയാവും കേട്ടോ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ആ ക്യാൻവാസിൽ കൂടെ സ്റ്റിച്ചിങ് വരാതെ ക്യാൻവാസിൻ്റെ തൊട്ടരികത്തു കൂടി വേണം നമ്മളുടെ ആ ഒരു സ്റ്റിച്ചിങ് വരാനായിട്ട്. എന്നാൽ പിന്നെ കുറച്ച് കൂടുതൽ ഗ്യാപ്പ് ആയി പോവരുത് കേട്ടോ. തൊട്ടരികത്തിൽ കൂടെ തൊട്ടില്ല എന്നുള്ളൊരു മട്ടിൽ വേണം നമ്മൾ എപ്പോഴും നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ശേഷം ആ കട്ട് ചെയ്ത് വെച്ചാണ് സീം എലമെൻസ് നമ്മളുടെ ആ ഒരു ക്യാൻവാസോട് കൂടിയിട്ട് നമ്മൾ പതിച്ചടിച്ച് കൊടുക്കണം. അപ്പോൾ കെർവ് വരണോടത്തൊക്കെ നമ്മൾ ചെറുതായിട്ടൊരു നോച്ചിട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഫ്രണ്ട് പോർഷൻ്റെ ആ ഒരു ക്യാൻവാസ് ഉണ്ടല്ലോ, നെക്കിൻ്റെ ക്യാൻവാസ് ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഈ ഒരു വീഡിയോയിൽ കാണണ പോലെ തന്നെ ഞാനൊന്ന് പതിച്ച് വെച്ചിട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ. ബാക്ക് പോർഷൻ കൊണ്ടാണ് നമ്മളത് കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ പതിച്ച് വെച്ച് അടിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് തന്നെ നിന്നോളൂ കേട്ടോ. ഇനി ബാക്കിലോട്ടുള്ള ക്യാൻവാസ് ഞാൻ സെൻറ്ററിൻ്റെ പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു പോർഷൻ കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഫ്രണ്ട് ജോയിൻ ചെയ്യിപ്പിച്ച പോലെ തന്നെ ബാക്ക് ജോയിൻ ചെയ്യിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ക്യാൻവാസ് ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ 2 ക്യാൻവാസും ബാക്കിലെ ആ 2 ക്യാൻവാസും വെച്ച് നോക്കാം നെക്കിന് വല്ല കയറ്റിറക്കം വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെയാണ് വന്നതെങ്കിൽ നമ്മൾ ഫ്രണ്ട് പോർഷൻ ചെയ്ത പോലെ തന്നെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ആ നെക്ക് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം നമ്മൾ ആ വിട്ടേണ ആ ഒരു സീം എലമെൻസ് ക്യാൻവാസോട് കൂടി പതിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യണത്. ഇനി നമ്മൾ ഹുക്ക് വെക്കാനുള്ള പട്ടയാണ് കേട്ടോ അടിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ്, അതായത് ബാക്ക് പോർഷൻ്റെ ലെഫ്റ്റ് സൈഡാണ് ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്. അതിൻ്റെ നല്ല വശത്ത് നമ്മൾ ഇതുപോലെ ഒരു ക്രേപ്പിൻ്റെ പീസ്, ലൈനിങ്ങിൻ്റെ പീസ് വെച്ചിട്ട് ആദ്യമേ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. അതായത് നമ്മൾ വിട്ടേണ ഒരു സീം എലവൻസോട് കൂടിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ശേഷം നമ്മൾ അതിൻ്റെ സീം എലവൻസ് ഒന്ന് പതിച്ചടിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫിനിഷ് ഉണ്ടാവും കേട്ടോ. ലെഫ്റ്റ് സൈഡിലെ പോർഷൻ്റെ ആ ഒരു പീസ് നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് അടിക്കുകയാണ് ചെയ്യണത്. ഇതുപോലെ നന്നായി ഫോൾഡ് ചെയ്തിട്ട് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്തിട്ട് കൃത്യമായിട്ട് നമ്മൾ അടിക്കുകയാണ് ചെയ്യണത്. പക്ഷേ റൈറ്റ് സൈഡിൽ നമ്മൾ അങ്ങനെയല്ല, കുറച്ച് ഉള്ളിലോട്ട് വരത്തക്ക രീതിയിൽ, പുറത്തോട്ട് തള്ളി നിൽക്കത്തക്ക രീതിയിൽ നമ്മൾ അടിക്കണുണ്ട്. കാരണം ഈ ഭാഗത്താണ് നമ്മുടെ ഹുക്ക് വരണത്, മറ്റേ ആ റൈറ്റ് സൈഡിൽ നമ്മളുടെ ലൂപ്പാണ് വരണത്. അപ്പോൾ ഈ ലൂപ്പുള്ള ഈ ഒരു പോർഷൻ അടിക്കുമ്പോൾ നമ്മൾ റോങ് സൈഡിൽ നിന്നാണ് ഈ ഒരു പീസ് അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. അതായത് നമ്മുടെ ഈ ഒരു പീസിന്റെ നല്ല വശത്തല്ല, പൊട്ടവശത്താണ് നമ്മൾ ഈ ഒരു പീസ് ആദ്യമേ അറ്റാച്ച് ചെയ്യണത്. ശേഷം നമ്മൾ ആ ഒരു ലെഫ്റ്റ് സൈഡ് ചെയ്ത പോലെ തന്നെ സീം എലവൻസ് ഒന്ന് പതിച്ചടിക്കുന്നുണ്ട്. ശേഷം ഉള്ളിലോട്ട് നമ്മൾ കുറച്ച് വിടത്തക്ക രീതിയിൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് നമ്മൾ ലൂപ്പ് വെക്കാനുള്ള ഒരു സ്പേസ് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഫുള്ളായിട്ട് കവർ ചെയ്ത് അടിക്കരുത്. അപ്പം നമുക്ക് ഈ ഒരു പീസ് ഹുക്ക് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ആ ഒരു ടൈറ്റായിട്ട് നിൽക്കണതിൽ അളവിൽ ചെറിയൊരു വ്യത്യാസം വരും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തോട്ട് തള്ളി നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു പീസ് നമ്മൾ ജോയിൻ ചെയ്ത് എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ ബാക്കിൻ്റെ പോർഷനുകൊണ്ട് നമ്മുടെ ഫ്രണ്ട് പോർഷൻ നമ്മൾ കവർ ചെയ്ത് അടിക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ മുമ്പത്തെ കുറച്ച് വീഡിയോയിൽ നമ്മൾ ഈ ഒരു മെത്തേഡൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടാൽ മതി കേട്ടോ. ഇനി നമ്മുടെ ആം ഹോളൊന്ന് നമുക്കൊന്ന് കവർ ചെയ്തടിക്കണം കേട്ടോ. അതിനായിട്ട് ഞാനൊരു ഡയഗണൽ പീസ് എടുത്തിട്ടുണ്ട്, അതായത് ക്രോസ് പീസ് ഉണ്ടല്ലോ, ആ ഒരു പീസ് എടുത്തിട്ടുണ്ട്. 1 ഇഞ്ചോളം വരുന്നുണ്ട്. അത് നമ്മൾ സ്ലീവ്ലെസ് ടോപ്പൊക്കെ സാധാരണ അടിക്കണ പോലെ തന്നെ അതൊന്ന് മുകളിൽ വെച്ചിട്ട് ആദ്യമേ അടിക്കുക. അതിനുശേഷം അത് തിരിച്ചു മറിച്ച് അടിച്ചു കഴിഞ്ഞാൽ, ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തിട്ട് തിരിച്ചു മറിച്ച് അടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആം ഹോൾ റെഡിയായി കേട്ടോ.
ഇനി നമുക്ക് ഈ ഒരു ടോപ്പിന്റെ അടിഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പം അതിനായിട്ടൊരു സ്ട്രെയിറ്റ് പീസാണ് എടുത്തേണ്ടത്. നമ്മൾ ആം ഹോൾ ചെയ്യാൻ ക്രോസ് പീസ് എടുത്തിട്ടുണ്ടെങ്കിൽ അടിഭാഗത്ത് നമ്മൾ സ്ട്രെയിറ്റ് പീസാണ് എടുക്കേണ്ടത്. അത് ഇതുപോലെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്. ബ്ലൗസിന്റെ അടിയിലൊക്കെ ചെറിയൊരു പട്ട കൊടുക്കുമല്ലോ നമ്മൾ ബാക്ക് പോർഷനിലൊക്കെ, അതുപോലെ തന്നെയാണ് നമ്മൾ ഇതും അതുപോലെ തന്നെ ചെയ്തിട്ട് ഇതെല്ലാം തുന്നിയെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഏറ്റവും അവസാനം നമ്മൾ ടോപ്പ് സ്റ്റിച്ച് അല്ല കൊടുക്കണത്. അപ്പം നിങ്ങൾ തുന്നാനായിട്ടും മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ അതൊന്നും കാണിച്ചിട്ടില്ല ഈ വീഡിയോയിൽ. അപ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡ് ഭാഗം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് അടിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പോർഷൻ ചെയ്ത പോലെ തന്നെ ബാക്ക് പോർഷനും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യുക. ശേഷം സൈഡ് ഭാഗം രണ്ട് സൈഡും നമ്മൾ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ടോപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. രണ്ടര മീറ്റർ ഷോളാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുത്തത്. അതപ്പോൾ അതിൻ്റെ സൈഡിൽ ഒരു സാറ്റിൻ്റെ ഒരു ബോർഡർ വരുന്നുണ്ട്. അതിൻ്റെയും ഒരു സിൽവർ ത്രെഡ് വരുന്ന ബോർഡറിൻ്റെയും ഇടയിലാണ് നമ്മൾ ഈ ഒരു ലേസ് വെച്ച് കൊടുത്തേണത്. അപ്പോൾ അതൊരു ചെറിയ ലേസാണ്. അപ്പോൾ സെൻറ്റർ സ്റ്റിച്ച് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ അതും നമ്മളൊരു 7.5 മീറ്ററോളം എടുത്തിട്ടുണ്ട്. അത് ഫുള്ളും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ധാവണിയുടെ സെറ്റ് റെഡിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.